ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ സർവ്വ കൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നമുക്ക് ഒരുമിച്ച് തന്നെ കർത്താവിനെ സ്തുതിക്കാം. താങ്ക് യു ലോർഡ്. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കടന്നു വന്നായിരിക്കുന്നവർ, ലൈവിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇനി വീക്ഷിക്കുവാൻ പോകുന്നവർ, നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നല്ല നാമത്തിൽ ഈ നല്ല സമയം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രതീക്ഷകളെ നിറവേറ്റുന്ന കർത്താവ്. ആമേൻ. നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. ഈ ലോകത്തിലുള്ള നമുക്കൊപ്പമുള്ള പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പ്രതീക്ഷകളുമൊക്കെ നിറവേറ്റിയെടുക്കുവാൻ ഒത്തിരി ശ്രമിച്ചിട്ടുള്ളവരാണ്, ഒത്തിരിയൊക്കെ വിജയിച്ചിട്ടുള്ളവരുമാണ്. എങ്കിലും പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം നമുക്കൊപ്പമുള്ളവർക്ക് തരുവാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അതങ്ങനെയാണ്. ലോകത്തിലൊരു മനുഷ്യനും നമുക്ക് വേണ്ടതൊക്കെ തന്ന് തൃപ്തിയാക്കുവാൻ കഴിയത്തേ ഇല്ല. അത് നമ്മുടെ അനുഭവമാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് നമുക്ക് വേണ്ടത് വേണ്ടുവോളം തന്ന് നമ്മെ തൃപ്തിയാക്കുവാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, നല്ല മനസ്സുള്ള, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, തീർന്നു പോകാത്ത വിധത്തിൽ ഉള്ളൊരു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു. എത്ര തന്നെന്ന് പറഞ്ഞാലും അവൻ്റെ പക്കൽ തീർന്നു പോകത്തില്ല. അതുകൊണ്ട് ധാരാളമായി സമൃദ്ധിയായി അവൻ തരും. ഇന്നലകളിൽ ആ സമൃദ്ധി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ജീവനായി അത് അനുഭവിച്ചിട്ടുണ്ട്, ആരോഗ്യമായി അത് അനുഭവിച്ചിട്ടുണ്ട്, സന്തോഷമായി അത് അനുഭവിച്ചിട്ടുണ്ട്. ആ ദൈവം ഇനിയും സമൃദ്ധിയായി തരും, സമൃദ്ധിയായി തന്ന് മുൻപോട്ട് നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, അയ്യോ, ആ സന്തോഷം സമൃദ്ധിയായി തന്നു എന്നാണോ പറയുന്നത്? ഞങ്ങൾക്ക് അവിധത്തിലൊരു സമൃദ്ധി സന്തോഷത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാൽ പ്രിയരെ കേൾക്കണമേ, നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ കഴിയാത്തത് കൊണ്ടാണ്. സന്തോഷത്തിൽ സമൃദ്ധി അനുഭവിക്കുവാൻ കഴിയാത്തവരൊക്കെ ജീവിതം മതിയാക്കി ടാറ്റ പറഞ്ഞു പോയി. ആമേൻ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരൊക്കെ ജീവിതം മതിയാക്കി ടാറ്റ പറഞ്ഞു പോയി. നമ്മൾ ഇന്നും ആയിരിക്കുന്നത് സന്തോഷം സമൃദ്ധിയായി തന്നെ ദൈവം തന്നതുകൊണ്ടാ. സുഖകരമായ ഉറക്കം ദൈവം തന്നതുകൊണ്ടാ. രാത്രികളിൽ തളർന്നു പോകാതെ, തകർന്നു പോകാതെ നിലനിൽക്കുവാൻ വേണ്ടത് ദൈവം തന്നതുകൊണ്ടാ. പ്രതീക്ഷയുടെ പുതിയ വാതിലുകളെ ഓരോ പ്രഭാതങ്ങൾക്ക് പിൻപിലും നമുക്ക് മുമ്പിൽ ദൈവം തുറന്നിട്ടത് കൊണ്ടാ. ദൈവം തന്നതൊക്കെ സമൃദ്ധിയായി തന്നെയാ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത്. ആമേൻ. അല്ലെങ്കിൽ എത്രയോ രാത്രികളിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നേരം വെളുക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നേരം വെളുത്താൽ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ലോകത്തെ ഫേസ് ചെയ്യുവാൻ പറ്റത്തില്ല, എനിക്ക് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുവാൻ കഴിയത്തില്ല, എൻ്റെ മുൻപിലുള്ള സാഹചര്യങ്ങളോട് എനിക്ക് പോരിടുവാൻ കഴിയത്തില്ല, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ രാത്രികളിൽ നാം അവസാനിച്ചു പോയേനെ. എന്നാൽ ദൈവം സമാധാനത്തിൻ്റെ സമൃദ്ധി നമുക്ക് തന്നു. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ സമൃദ്ധി തന്നു. ചിലതിനൊക്കെ കുറവുണ്ടായി എന്ന് നമ്മൾ പറയുമ്പോഴും അത് നിലനിൽക്കുവാൻ വേണ്ടത് ധാരാളമായി ദൈവം തന്നു. ചേർത്ത് പിടിക്കുവാൻ ചിലരെ ദൈവം തന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്കൊപ്പം നിർത്തി. ആമേൻ. നമ്മുടെ സന്തോഷങ്ങൾക്ക് അതിര് വയ്ക്കാതെ ഇന്നയോളം കർത്താവ് നമ്മോട് കൂടിയിരുന്നു. ആ ദൈവം വിശ്വസ്തനാണ്. മുൻപോട്ടും അവൻ സമൃദ്ധിയായി തന്നെ തരും. ആ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വർഷത്തിൻ്റെ അവസാനത്തെ ശനിയാഴ്ചകളിലൊന്നിൽ നമ്മളായിരിക്കുന്നു. ചുരുക്കം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് പുതിയ വർഷത്തിൽ നമ്മെ കാത്തിരിക്കുന്നത്? ഒരു ദൈവത്തിൻ്റെ പൈതലായി നമുക്ക് ആകാംക്ഷ കാണും. അതേക്കുറിച്ചൊക്കെ നമുക്ക് മുൻപോട്ട് ചിന്തിക്കുവാൻ ദിവസങ്ങൾ ഉണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണമേ, ഒരു പുതിയത് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ എപ്പോഴും ദൈവം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആമേൻ. ഓരോ പുതിയ സീസണും നമ്മൾ ആരംഭിക്കുമ്പോൾ ചില പുതിയ തീരുമാനങ്ങൾ നമ്മളിൽ ഉണ്ടാകും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. ഓരോ പുതുവർഷത്തിലും എന്താണ്, കലണ്ടർ മാറുന്നു, സ്തോത്രം, അല്ലെങ്കിൽ ആ ഡയറി നമ്മൾ മാറ്റി പുതിയ ഡയറി എടുക്കുന്നു. ഇതിലപ്പുറം എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയാതെ ഓരോ പുതുവർഷങ്ങളിലും അല്ലെങ്കിൽ ഓരോ സീസണിലും പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകും. ആമേൻ. നമ്മുടെ കലണ്ടർ മാറുന്നത് കൊണ്ടല്ല ദൈവം പുതിയത് ചെയ്യുന്നത്, നമ്മുടെ ഡയറി തീർന്നു പോകുന്നത് കൊണ്ടല്ല ദൈവം പുതിയത് ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എടുക്കുന്ന തീരുമാനങ്ങൾ സ്വർഗം വിലയേറിയതായി കാണുന്നുണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ ചില തീരുമാനങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ എടുത്ത് ആ പുതുവർഷത്തെ എതിരേൽക്കുമ്പോൾ പുതിയ നന്മകളെ നൽകി, പുതിയ അനുഭവങ്ങളെ നൽകി കർത്താവ് നിങ്ങളെ വഴി നടത്തും. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്ന്
അല്പസമയത്തെ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം വായിക്കട്ടെ. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമല്ലോ. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിപ്പാൻ ഇരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. ഒരു നിമിഷം കൂടെ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം, കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നല്ല കർത്താവേ, വിശ്വസ്ത ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല മനോഹരമായ പകലിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനം മാറ്റമില്ലാത്ത അങ്ങയുടെ പ്രവൃത്തിക്കായി ഇന്ന് ഞങ്ങളുടെ മധ്യ അയക്കപ്പെട്ട കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പോൾ ആ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് ഞങ്ങളുടേതായി മാറട്ടെ. ആ വലിയ പ്രവൃത്തി കണ്ട് അപ്പനെ സ്തുതിക്കുവാൻ, സന്തോഷത്തോടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ, ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ വിഷയങ്ങളുടെ സാക്ഷ്യം പങ്കുവെച്ച് സ്തുതിക്കുവാൻ സ്വർഗം ഈ നല്ല പകലും ഞങ്ങൾക്ക് അവസരം നൽകണമേ. കലങ്ങിയ അനുഭവങ്ങൾ തെളിഞ്ഞു വരുന്ന നല്ല ദിവസമായി ഈ ദിവസം മാറട്ടെ. താഴ്ത്തിയേൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഏറെ സുപരിചിതമായ ആ വാക്യം ഞാൻ വായിക്കട്ടെ. 3-ാം അധ്യായം എസ്തേറിന്റെ പുസ്തകം 15-ാമത്തെ വാക്യം. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ചു ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിപ്പാൻ ഇരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. കലങ്ങിപ്പോയ ശൂഷൻ പട്ടണം തീർന്നില്ല. പട്ടണം അല്ല കലങ്ങിയത്, പട്ടണത്തിലെ നിവാസികൾ കലങ്ങിപ്പോയി. അവരുടെ ഹൃദയം കലങ്ങി മറഞ്ഞു. അവരുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് കലങ്ങിപ്പോയി. അവരുടെ ജീവിതം തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കലങ്ങി മറിഞ്ഞ അനുഭവത്തിൽ ആയിത്തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി എനിക്കൊപ്പം ആയിരിക്കുന്നവരുണ്ട്. അതേ, നുറുങ്ങിയ ഹൃദയവുമായി എനിക്കൊപ്പം ആയിരിക്കുന്നവരുണ്ട്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് തകർന്ന് എനിക്കൊപ്പം ആയിരിക്കുന്നവരുണ്ട്. ഇനി എന്താണ് മുൻപോട്ട്, ഇനി എങ്ങനെയാണ് മുൻപോട്ട് എൻ്റെ ജീവിതം എനിക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്നത്? പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. നല്ലതൊന്നും കാണുവാനില്ല, നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ല. അതേ പ്രിയരെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ശൂഷൻ രാജധാനിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ആ ഭാഗം ആരംഭിക്കുന്നത്. കലങ്ങിപ്പോയി, കലങ്ങിയ ഒരു കൂട്ടം ജനം, ഹൃദയം തകർന്ന, മനസ്സു തകർന്ന, മടുത്ത, ഇനി എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ച ഒരു കൂട്ടം ജനം. എന്താണ് അവരുടെ ആ ചിന്തയ്ക്ക് അഥവാ അവരുടെ കലക്കത്തിനുള്ള കാരണം? 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ കലക്കത്തിനുള്ള കാരണം നമുക്ക് കാണുവാൻ കഴിയും. ഒരു തീർപ്പ് പ്രസിദ്ധമാക്കി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തീർപ്പിൽ എന്താണ് ഉണ്ടായിരുന്നത്? 13 മുതൽ താഴേക്ക് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു തരട്ടെ. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃത്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നു മുടിക്കുകയും അവരുടെ വസ്തു വക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും അഞ്ചൽക്കാർ വശം എഴുത്ത് അയച്ചു. അന്നേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിൻ്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. 3 കാര്യങ്ങൾ അവിടെ കാണുവാൻ കഴിയും. ജനം കലങ്ങിപ്പോകുവാനുള്ള 3 കാര്യങ്ങൾ. ഒന്നാമതായി അവിടെ കൊടുത്തിരിക്കുന്നു, നശിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനം അവിടെ ഉണ്ടായി. തങ്ങൾ നശിക്കുവാൻ പോകുന്നു എന്നുള്ള ബോധ്യമാണ് ആ ജനത്തെ കലക്കി കളഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ കണ്ണുനീർ കൊണ്ട് കലങ്ങിയ അവസ്ഥയിൽ ആയിത്തീർന്നത്. രണ്ടാമതായി ആ തീർപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മുടിച്ചു കളയുക. മൂന്നാമതായി കൊള്ളയിടുക. ശ്രദ്ധിക്കണമേ, ഈ 3 വാക്യങ്ങൾ നമുക്കേറെ അല്ലെങ്കിൽ 3 വാക്കുകൾ നമുക്കേറെ ഭക്തർക്കേറെ സുപരിചിതമാണ്. 1 നശിപ്പിക്കുക, 2 മുടിക്കുക, 3 കൊള്ളയിടുക. നശിപ്പിക്കുക, മുടിക്കുക, കൊള്ളയിടുക. ശ്രദ്ധിക്കണമേ, ഈ 3 കാര്യങ്ങൾ പരസ്യപ്പെടുത്തുകയും അവർ തിരിച്ചറിയുകയാണ്, ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, ഞങ്ങൾക്കുള്ളവർ നശിക്കുവാൻ പോകുന്നു, ഞങ്ങളുടെ സമ്പത്ത് കൊള്ളയായി തീരുവാൻ പോകുന്നു, ഞങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതായി തീരുവാൻ പോകുന്നു. പലപ്പോഴും നമ്മുടെ ഹൃദയവും കലങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ്. ചിലത് നമ്മൾ ഭയപ്പെടുന്നത് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ ജോലി നഷ്ടപ്പെടുമെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ
അങ്ങനെയുള്ള ഒരു സാഹചര്യം തൊഴിലിടത്തിലുണ്ടാകുമ്പോൾ ഭയപ്പെട്ടു പോകും, നഷ്ടപ്പെട്ടവരായി മാറുവാൻ പോകുന്നു, നഷ്ടം കടന്നു വരുന്നു, ഇനിയും പഴയതുപോലെ കടക്കാരനായി കൈനീട്ടേണ്ടി വരുമോ? സഹോദര, ഭാരപ്പെടേണ്ട. അവിധത്തിൽ കടക്കാരനായി നീ കൈനീട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. കലങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ, ഈ പോക്ക് പോയാൽ തലമുറകളുടെ ജീവിതം എന്തായിത്തീരും? അവർക്ക് എങ്ങനെ എത്ര നാൾ ഇങ്ങനെ ഈ അവസ്ഥയിൽ തുടരുവാനായിട്ട് കഴിയും? ഈ അവസ്ഥ തുടർന്നാൽ എൻ്റെ കുടുംബജീവിതം എന്തായിത്തീരും? എൻ്റെ ഭർത്താവ് ഇങ്ങനെ തന്നെ ജീവിച്ചാൽ, എൻ്റെ ഭാര്യ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ എത്ര കാലം ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും? ഈ രോഗം ഇങ്ങനെ തുടർന്നാൽ എത്ര നാൾ കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും? മറ്റുള്ളവർക്ക് ഭാരമായി. അയ്യോ, അങ്ങനെ ഒരു ജീവിതം വേണ്ട. കലങ്ങിപ്പോകുന്ന അനുഭവം ഇവിടെയും അത് തന്നെ. നാശത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് കലങ്ങിപ്പോകുന്ന ജീവിതം അവർക്ക് സമ്മാനിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയരെ, പലതും നശിക്കുമെന്ന് പിശാച് മുൻപിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മൾ കലങ്ങിപ്പോകും. പിശാച് വിളിച്ചു പറയുന്നുണ്ട് നശിപ്പിക്കും, പിശാച് വിളിച്ചു പറയുന്നുണ്ട് മുടിച്ചു കളയും, പിശാച് വിളിച്ചു പറയുന്നുണ്ട് കൊള്ളയിടും. ആമേൻ. അതെ, അവിടെ നിൽക്കട്ടെ. തിരിച്ചറിയുകയാണ് ജനം, ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, ഞങ്ങൾ മുടിയുവാൻ പോകുന്നു, ഞങ്ങൾക്കുള്ളതെല്ലാം കൊള്ളയായി തീരുവാൻ പോകുന്നു. നോക്കൂ, പ്രതിവിധി വേദപുസ്തകത്തിൽ മനോഹരമായി ആ ഭാഗത്ത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ ഇസ്രായേലിനെ കുറിച്ച് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു പൊതുധാരണ ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം ഈ ലോകത്തിന് മുഴുവൻ വെല്ലുവിളി ഉയർത്തി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ നാട്ടിന് വിരോധമായി, ഒരുപാട് സപ്പോർട്ട് കിട്ടുന്ന ഒരു രാജ്യത്തിന് വിരോധമായി. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, യുദ്ധം വിശ്വാസത്തിന് എതിരുമാണ്. അത് പോകട്ടെ. പക്ഷേ ഇത്രമാത്രം ചെറിയ കൂട്ടമായിരുന്നിട്ടും ഈ കാലഘട്ടത്തിലും യുദ്ധം ചെയ്യുവാൻ മടിക്കാത്ത, യുദ്ധം ചെയ്ത് കീഴ്പ്പെടുമെന്ന് സകലരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പൂർവികന്മാർ, അവരുടെ പിതാമഹന്മാർ, അവർ ഇവിടെ യുദ്ധം ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ആമേൻ. ഒരു വലിയ രാജ്യമാണ്, ഏകദേശം 200 സംസ്ഥാനങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ രാജ്യമാണ്. അവിടെയൊക്കെ യഹൂദന്മാരുണ്ട്. ഇന്നത്തെ പോലെ തന്നെ യഹൂദന്മാർ അന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ശക്തന്മാരുമാണ്. അവർ വാളുകൊണ്ടൊരു യുദ്ധത്തിന് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അവർ എന്തുകൊണ്ട് ഇന്നത്തെ പോലെ ആയുധം എടുക്കുന്നില്ല? ചോദ്യം പ്രസക്തമാണ്. ആമേൻ. അവർ എന്തുകൊണ്ട് ആയുധം എടുക്കുന്നില്ല? പലപ്പോഴും നമ്മൾ ശത്രുവിനെ കാണുമ്പോൾ മുന്നമേ ആയുധമെടുത്ത് പോരാടുവാൻ ഇറങ്ങുന്നവരാണ്. നമ്മുടെ ആയുധം പലപ്പോഴും നാവായിരിക്കാം, നമ്മുടെ ആയുധം പലപ്പോഴും ശാപവാക്കുകളായിരിക്കാം, നമ്മുടെ ആയുധം പലപ്പോഴും തെറിവിളികളായിരിക്കാം, പരിഹാസങ്ങളായിരിക്കാം, കുറ്റപ്പെടുത്തലായിരിക്കാം. എന്നാൽ ഈ ജനം എടുത്ത ആയുധത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവർ ഉപവസിക്കുവാനായി തയ്യാറായി. അവരൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ശ്രദ്ധിക്കണമേ, ഇസ്രായേലിയർ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ആമേൻ. സ്തോത്രം. എന്തുകൊണ്ടാണ് അവർ ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയത്? വാളെടുത്ത് യുദ്ധം ചെയ്യാതെ, അവർ സംഘടിച്ച് രാജാവിനെതിരെ പ്രക്ഷോഭം നടത്താതെ, അവർക്ക് വിരോധമായി നിന്ന ഹാമാൻ എന്ന അധികാരിക്ക് വിരോധമായി ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു സമര പരിപാടി നടത്താതെ എന്തുകൊണ്ടാണ് അവർ ഉപവസിക്കുവാൻ തയ്യാറായി തീർന്നത്? അവർ ഉപവസിക്കുവാൻ തയ്യാറായി തീർന്നതിൻ്റെ കാരണം, അവരെ നശിപ്പിക്കുവാനും അവരെ മുടിച്ചു കളയുവാനും അവരെ കൊള്ളയിടുവാനും എഴുന്നേറ്റ ശത്രു ആരെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ശത്രുവിനെ കുറിച്ച് ഇത് പഴയ നിയമത്തിലെ കാര്യം മാത്രമല്ല, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കള്ളനാണ് ആ ശത്രു. അപ്പോൾ നമ്മൾ വിചാരിക്കും, പഴയ കാലത്തെ കള്ളന്മാർ ദേഹം മുഴുവനും എണ്ണയൊക്കെ തേച്ച് കറുപ്പൊക്കെ വാരി തേച്ച് ആരും അറിയാതിരിക്കുവാൻ, പിടികിട്ടാതിരിക്കുവാൻ നടക്കുന്ന കള്ളൻ. ആ കള്ളനല്ല. യേശു പറഞ്ഞ കള്ളൻ പിശാചാണ്. ആ പിശാചിൻ്റെ പ്രവൃത്തി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ? മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. ഇത് തന്നെയാണ് ശൂഷൻ രാജധാനി കലങ്ങിപ്പോകുവാനുള്ള കാരണം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ജനം, അവർ പിശാചിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ നാശോന്മുഖമായ പ്രവർത്തികളുമായി കടന്നു വരുന്ന പിശാചിനെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ, കൊള്ളയിടുവാൻ തക്കവണ്ണം ചില വ്യക്തികളെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് പോരടിക്കുന്ന പിശാചിനെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തയ്യാറായാൽ ആ ശത്രു നിങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കും. ഓ, താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സഭയെ, ഉപവസിക്കുന്ന സഭയെ, നിന്നെ കീഴ്പ്പെടുത്തുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ കൊള്ളയിടുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ. അതെ, നിന്നെ മുടിച്ചു. ഓ റാധാന യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ഈ ആയുധത്തെക്കുറിച്ചും
ആ ശത്രുവിനെ വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ മനോഹരമായി കർത്താവായ യേശു ക്രിസ്തു ആ ആയുധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാർത്ഥനയും ഉപവാസവും. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് നീങ്ങിപ്പോകത്തില്ല. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, ശത്രു എത്ര പ്രബലനായിരുന്നാലും, അവൻ എത്ര ശക്തനായിരുന്നാലും, അവരുടെ പ്രവൃത്തി എത്രമാത്രം നിങ്ങളെ തകർത്ത് കളയുവാൻ പര്യാപ്തമായിരുന്നതായിരുന്നാലും, ഒരു കാര്യം സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ഉപവാസത്തിനു മുമ്പിൽ ശത്രുവിന് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തേ ഇല്ല. അവന്റെ നാശോന്മുഖമായ പദ്ധതികൾക്ക് ജയമെടുക്കുവാൻ കഴിയത്തേ ഇല്ല. അവനാൽ പിടിക്കപ്പെട്ടവർ നിങ്ങളെ വളഞ്ഞു വരുമ്പോൾ, അവനാൽ പിടിക്കപ്പെട്ടവരാൽ നിങ്ങൾ ചുറ്റി വളയപ്പെടുമ്പോൾ, അവനാൽ പിടിക്കപ്പെട്ടവരായി നിങ്ങൾ ആയുധം നഷ്ടപ്പെട്ടായിരിക്കുമ്പോൾ തിരിച്ചറിയ്, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിന്നെ തൊടുവാൻ, നിന്നെ തകർക്കുവാൻ അത് ഒരു പന്ന പിശാചിനും, ഓ താങ്ക് യു ലോർഡ്, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഒരു പിശാചിനും കഴിയത്തേ ഇല്ല. ഹല്ലേലൂയ, ആമേൻ. ഒന്ന്, അവർ ശത്രുവിനെ തിരിച്ചറിയുകയാണ്. നമുക്ക് പലപ്പോഴും അതിന് കഴിയാറില്ല. അവൻ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മുടിച്ചു കളയുക എന്ന് പറയുന്ന പിശാചിൻ്റെ ഒരു പ്രവൃത്തിയാണ്, നശിപ്പിച്ചു കളയുക. നമ്മൾ ആരെങ്കിലും നമുക്ക് പ്രയോജനമില്ലാത്തൊരു കാര്യം ചെയ്യുമോ? ഒരു ഉപയോഗമില്ലാത്ത കാര്യം ഒരു മനുഷ്യനും ചെയ്യത്തില്ല. ആമേൻ. നമ്മൾ TV കണ്ടാൽ പോലും, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാൽ പോലും അതിൽ നിന്നൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വെറുതെ ഒരു കാര്യവും നമ്മൾ ചെയ്യത്തില്ല. പക്ഷേ മുടിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ലാതെ ഒന്നിനെ നശിപ്പിച്ച് കളയുക എന്നാണ് അർത്ഥം. ആമേൻ. അപ്പോൾ ഒരു മനുഷ്യനും അവന് ഏതെങ്കിലും നിലയിൽ പ്രയോജനമില്ലാത്തൊരു കാര്യവും ചെയ്യത്തില്ല. എന്നാൽ മുടിച്ചു കളയുന്ന നശീകരണ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പല വ്യക്തികളിലൂടെ വെളിപ്പെടും. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, അവരല്ല, അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം. ഹല്ലേലൂയ. അവരെ കൊണ്ട്, ചില വ്യക്തികളെ കൊണ്ട്, അവരുടെ വാക്കുകളിലൂടെ ആകാം, അവരുടെ പ്രവൃത്തികളിലൂടെ ആകാം, അവരുടെ ഇടപെടലുകളിലൂടെ ആകാം, നമ്മൾ മുടിഞ്ഞു പോകണം, നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന പിശാചിനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ആമേൻ. ആ പിശാചിനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആയുധമെടുക്കാതെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ഉപവസിക്കുവാനായിട്ട് തുടങ്ങിയത്. ആമേൻ. ആ ഉപവാസം അതൊരു എന്താ പറയുക, അതൊരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ അതൊരു വെളിപ്പാടാണ്. നഷ്ടപ്പെട്ടു പോകുന്ന, ലോകത്തിൽ അനേകർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വെളിപ്പാടാണ്, ദർശനമാണ്. ഇന്ന് ഈ പകലിൽ നമ്മളിങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇവിടെയും ആയിരിക്കുമ്പോൾ ആ ഒരു ദർശനത്തിൻ്റെ ആ ദർശനത്തിനൊപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ ആയിരിക്കുന്നു. നോക്കൂ, അവിടേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്ന്, ശൂഷൻ രാജധാനി. ഉപവസിച്ച ഒന്നാമത്തെ സ്ഥലം ശൂഷൻ രാജധാനിയാണ്. ശൂഷൻ രാജധാനിയിൽ ആരുണ്ട്? മൊർദെഖായി ഉണ്ട്. മൊർദെഖായിക്കൊപ്പം ചിലരുണ്ട്. അവർ ഉപവസിക്കുന്നു. രണ്ടാമതായി ഉപവസിച്ചവർ ആ കൊട്ടാരത്തിനകത്തുള്ള എസ്തേറും തോഴിമാരുമാണ്. ശ്രദ്ധിക്കുമല്ലോ, ഒരു സ്ഥലം ശൂഷൻ രാജധാനി, രണ്ടാമത്തെ സ്ഥലം കൊട്ടാരം, കൊട്ടാരത്തിനകത്തുള്ള എസ്തേറും എസ്തേറിൻ്റെ തോഴിമാരും. ഇനി വീണ്ടും ഉപവസിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരെവിടെയാണ്? ഇനി ഇന്ത്യ വരെ പടർന്നു കിടക്കുന്ന, അതെ, ആ പ്രവിശ്യയിലുള്ള സാധാരണ യഹൂദന്മാർ അവരെല്ലാവരും ഉപവസിക്കുകയാണ്. ഇവരാരും പരസ്പരം കാണുന്നില്ല. ആമേൻ. ഒരുപാട് വലിയൊരു സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിൽ പരസ്പരം കാണുവാൻ കഴിയുന്നത് ഇന്നത്തെ പോലെയല്ല. ഓടിപ്പോയി ആരെയും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ആ വർഷത്തിൽ അല്ലെങ്കിൽ ആയുസ്സിലൊരിക്കലായിരിക്കും കാണുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ആലയമുള്ള പരിസരത്താണെങ്കിൽ അവർ ആലയത്തിൽ വർഷത്തിലൊരിക്കൽ ഉത്സവം നടക്കുമ്പോൾ അവർ കാണും. പക്ഷേ ഇവിടെ അവർ അടിമകളായതുകൊണ്ട് അവർക്ക് കാണുവാനുള്ള ഒരു സാഹചര്യവുമില്ല. പക്ഷേ ശൂഷൻ രാജധാനിയിൽ ഒരു തീർപ്പ് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ, അത് തങ്ങളുടെ നശീകരണത്തിനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അകത്തുള്ളവനും പുറത്തുള്ളവനും അകലെയുള്ളവനും ഒരുമിച്ച് ഉപവസിക്കുവാനായി തയ്യാറായി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സമയം നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഇതേ ദർശനത്തോടെയാണ് നമ്മളായിരിക്കുന്നത്. ആമേൻ. ഇവിടെ ഇരിക്കുന്നവരുണ്ട്, നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല, അറിയാത്തവരുണ്ട്. എന്നാൽ ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. വരുന്ന 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കാണുന്നുണ്ട്, അതെ, നശിപ്പിക്കുവാൻ തക്കവണ്ണം എഴുന്നേൽക്കുന്ന
പിശാചിന്റെ പദ്ധതി. കാലാകാലങ്ങളായി തലമുറകളെ നശിപ്പിക്കുവാൻ, കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ, യൗവനക്കാരെ നശിപ്പിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ശത്രുവിന്റെ പദ്ധതിയും സ്തോത്രം. രാജധാനിയിൽ മൊർദെഖായി അത് തിരിച്ചറിഞ്ഞപ്പോൾ കൊട്ടാരത്തിനകത്ത് എസ്തേർ ഒപ്പം ഉപവസിക്കുവാൻ തയ്യാറായതുപോലെ മറുത്തു പറയാതെ സ്തോത്രം കാതങ്ങൾക്ക് അകലെയുള്ള സാധാ വിശ്വാസി പോലും, സാധാ ഭക്തൻ പോലും, സാധാ യഹൂദൻ പോലും ഉപവസിക്കുവാൻ തയ്യാറായതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ ഉപവസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ചില തീർപ്പുകൾ മാറ്റി എഴുതപ്പെടും. ശത്രുവിന്റെ ചില ആലോചനകൾ, ശത്രുവിന്റെ ചില പദ്ധതികൾ പൊളിച്ചെഴുതപ്പെടുന്ന വർഷം നിങ്ങളുടെ മുൻപിൽ എൻ്റെ ദൈവം ഒരുക്കി തരും. ഹല്ലേലൂയ. നോക്കൂ, അതിന്റെ വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇന്ത്യ വരെ, അവിടെ തുടങ്ങി ഇന്ത്യ വരെ ഈ പ്രവിശ്യയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇനി ഇന്ത്യയിൽ താമസിക്കുന്ന യഹൂദനൊന്നും കാര്യം മനസ്സിലായി കാണത്തില്ല. പക്ഷെ അവർ ഉപവസിക്കുവാൻ തയ്യാറായി. കാരണം അവർക്കറിയാം ദൈവത്തിൻ്റെ ജനത്തിന് വിരോധമായി പിശാച് എഴുന്നേൽക്കുന്നു. അത് എവിടെയാണെങ്കിലും ഏത് നിമിഷവും അത് തങ്ങളെയും വേട്ടയാടുവാനായി വരും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കാണുന്ന ഒരു സ്ഥാനത്ത് ദൈവത്തിൻ്റെ മക്കൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ, അവരുടെ ജീവിതത്തിൽ പിശാചിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ തിരിച്ചറിയുക, അടുത്ത ലക്ഷ്യം നമ്മളാണ്. ആമേൻ. നമ്മൾ അവൻ്റെ ഇരകളായി തീരാതിരിക്കുവാൻ മുന്നമേ പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവനെ ജയിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ കേൾക്കുന്നുണ്ട് നശിപ്പിക്കുന്ന പിശാചിൻ്റെ ചില വാർത്തകൾ, അത് കൊള്ളയിടുന്ന പിശാചിൻ്റെ ചില വാർത്തകൾ, അതേ മുടിച്ചു കളയുന്ന പിശാചിൻ്റെ ചില വാർത്തകൾ. 2024 ആ പിശാചിൻ്റെ പ്രവൃത്തി നിങ്ങളെ തേടി വരാതിരിക്കുവാൻ, അതെ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ആ പിശാചും അവന്റെ പ്രവൃത്തിയും താങ്ക് യു ലോർഡ് ആ വാർത്തയായി തന്നെ, യേശുവിൻ നാമത്തിൽ, അത് അനുഭവമായിട്ടല്ല, അത് ഈ കേട്ട വാർത്തയായി തന്നെ, നിങ്ങൾ കേൾക്കുന്ന വാർത്തയായി തന്നെ അവസാനിച്ചു പോകും. ഹല്ലേലൂയ. നോക്കൂ, 7-ാമത്തെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എവിടെയാണോ ഹാമാൻ എന്ന് പറയുന്ന പിശാചിനാൽ പിടിക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ ജയം ആഘോഷിക്കുവാൻ വേണ്ടി കഴുമരം ഒരുക്കിയത്, അതേ സ്ഥാനത്ത്, അതേ കഴുമരത്തിൽ തന്നെ അവൻ തൂക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായി കഴിയും. അവർ വാളെടുത്തത് കൊണ്ടല്ല, അവർ ആളെ കൂട്ടിയത് കൊണ്ടല്ല, അവർ സംഘടനയുടെ പേര് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, സമുദായത്തിന് വേണ്ടി നിന്നതുകൊണ്ടല്ല, അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തയ്യാറായതുകൊണ്ട്. പ്രിയരെ, സംഘടനയല്ല, സഭയല്ല, സമുദായമല്ല, വിശ്വാസികളാണ് പ്രശ്നം. പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ശത്രു, അതെ താങ്ക് യു ലോർഡ്, നിന്നെ മുടിച്ചു കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ എന്ത് പദ്ധതിയാണോ ആ ശത്രു ഒരുക്കുന്നത്, സഹോദര, എന്ത് പദ്ധതിയാണോ ആ ശത്രു അവിടെ ഒരുക്കുന്നത്, നിന്റെ തൊഴിലിടത്തിൽ അവൻ എന്ത് പദ്ധതി ഒരുക്കിയാണോ നിന്നെ പുറത്താക്കുവാൻ ആലോചിക്കുന്നത്, അതേ പദ്ധതിയിൽ അവൻ പുറത്തു പോകുന്നത് കാണും. താങ്ക് യു ലോർഡ്. നിന്നെ പുറത്താക്കുവാൻ നിന്റെ ശത്രു ഒരുക്കുന്ന അതേ പദ്ധതി, സഹോദരി, എന്ത് പദ്ധതി ഒരുക്കിയിട്ടാണോ നിന്നെ ആ ഭവനത്തിൽ നിന്ന് പുറത്താക്കുവാൻ അവർ ആലോചിക്കുന്നത്, അതേ പദ്ധതിയിൽ തന്നെ അവർ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ പുറത്താക്കുവാൻ, നിന്നെ കൊള്ളാത്തവളെന്ന് പറഞ്ഞ്, നീ മോശക്കാരി എന്ന് പറഞ്ഞ്, ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് നിന്നെ പുറത്താക്കുവാൻ തക്കവണ്ണം ശത്രു ഒരുക്കുന്ന അതേ പദ്ധതിയിൽ തന്നെ നീ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശത്രു ഒരുക്കുന്ന അതേ പദ്ധതിയിൽ തന്നെ അവനെ തൂക്കിയെടുത്ത് പുറത്തിടുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അളവൊക്കെ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 50 മുഴം ഉയരമൊക്കെ ഉണ്ട്. എല്ലാം കറക്റ്റ്, എല്ലാം കൃത്യമാണ്. സ്തോത്രം. ആമേൻ. മൊർദെഖായി അത് ആഗ്രഹിച്ചൊന്നും കാണത്തില്ല. മൊർദെഖായിക്ക് അതല്ല വിഷയം. ആമേൻ. പക്ഷേ ദൈവത്തിന് അത് വിഷയമാണ്. ആമേൻ. ആ പദ്ധതി ഉണ്ടല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന പദ്ധതി ഉണ്ടല്ലോ, ദേശത്തിൽ ചില വ്യക്തികൾ ഒരുക്കുന്ന പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതിയിലൂടെ അവർ പുറത്താകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകൾക്ക് വിരോധമായി ഒരുക്കപ്പെടുന്ന പദ്ധതിയിലൂടെ യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകളെ മുടിച്ചു കളയുവാൻ, നിന്റെ തലമുറകളെ തകർത്ത് കളയുവാൻ, നിന്റെ തലമുറകളെ കേസിൽപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്ന ചില പദ്ധതികൾ, ആ പദ്ധതി ഒരുക്കിയവർ തൂങ്ങുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ പ്രാർത്ഥിക്കുന്നവളാണ്, നീ പ്രാർത്ഥിക്കുന്നവനാണ്. താങ്ക് ഗോഡ്. ആ കേട്ട വാർത്ത
യെസ്, നിന്റെ ഹൃദയം കലങ്ങുവാനിടയായ വാർത്ത, നിന്നെ ഭയപ്പെടുത്തുന്ന ആ വാർത്ത, നിന്റെ തലമുറകളെ കുറിച്ച് കേട്ട് നീ ഭയന്നായിരിക്കുന്ന ആ വാർത്ത, അത് നിന്റെ ജീവിതത്തിൽ സത്യമായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. 3:15 അവർ കേട്ടു. ശ്രദ്ധിക്കണമേ, 3:15 അവർ കേട്ടു. അതൊരു കരക്കമ്പിയല്ല, ആമേൻ. അതൊരു റൂമർ അല്ല, ആമേൻ. അയ്യോ അങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് ആരോ പറഞ്ഞതല്ല. വ്യക്തമായി തീർപ്പ് കൽപ്പിച്ച വിവരമാണ് അവർ അറിഞ്ഞത്. ആമേൻ, സ്തോത്രം. നമ്മളിങ്ങനെ പൊതുവെ പറഞ്ഞു പോകുന്ന അങ്ങനെയൊന്നുമല്ല. വ്യക്തമായിട്ട് 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എഴുതി ഒപ്പിട്ട തീർപ്പ്, എഴുതി ഒപ്പിട്ട ചിലതിൻ്റെയൊക്കെ പകർപ്പ് കണ്ടാണ് പലരും ഭയന്നായിരിക്കുന്നത്. ആ പേപ്പറിൽ സൈൻ വീണതുകൊണ്ട് ഇനി ആ രാജ്യത്ത് പോകുവാൻ കഴിയത്തില്ല. ഓ താങ്ക് ഗോഡ്. ആ സൈൻ ഉള്ളത് കൊണ്ട് എനിക്ക് ആ രാജ്യം ഇനി വിസ അനുവദിക്കത്തില്ല. ഓ താങ്ക് ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ ഭയന്നായിരിക്കുക. ആമേൻ. ആ തീർപ്പ് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അവൻ ആ തീർപ്പ് മാറ്റുവാൻ പോകുക. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന നിനക്ക് വേണ്ടി ആ വീണ സൈൻ എൻ്റെ ദൈവം എടുത്തു കളയും. ഓ റാഥാന ഷാഖ. നിന്റെ സ്വപ്നങ്ങളെ, നിന്റെ പ്രതീക്ഷകളെ കരിഞ്ഞുണങ്ങുമാറാക്കുവാൻ തക്കവണ്ണം വീണ ആ സൈൻ, യേശുവിൻ നാമത്തിൽ അതിന്റെ കർത്താവ് എടുത്തു മാറ്റുവാൻ പോകുക. സ്തോത്രം. ആമേൻ. ആ സൈൻ വീണതുകൊണ്ട്, ആ തീർപ്പ് വന്നതുകൊണ്ട്, ഓ യെസ്, യേശുവിൻ നാമത്തിൽ. അപ്പോൾ അത് രേഖാമൂലം, ശ്രദ്ധിക്കണമേ, അത് രേഖാമൂലം. ആരാണ്? ഏതെങ്കിലും ഒരു വായി നോക്കിയല്ല, കലങ്ങിലിരിക്കുന്ന ഒരുത്തനല്ല, അല്ലെങ്കിൽ റോഡേ കൂടെ തേരാപ്പാര നടക്കുന്ന ഒരുവനല്ല. രാജാവ് ഉത്തരവിട്ടു. ആമേൻ. രാജാവ് സീൽ ചെയ്തു കൊടുത്തു. ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കണം. രാജകൽപ്പനയാണ്, മാറ്റം വരാത്ത രാജാവിൻ്റെ കൽപ്പനയാണ്. കേൾക്കണമേ, ചിലതൊക്കെ നമ്മൾ അറിയുമ്പോൾ, ചിലതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, നമുക്ക് വിരോധമായി ശത്രുവിൻ്റെ നാശോന്മുഖമായ പദ്ധതികളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഭയപ്പെട്ടു പോകുന്നു? കാരണം നമുക്കറിയാം ഇത് കാര്യമാണ്, ഇത് കളിയല്ല. ഓ താങ്ക് ലോർഡ്. ഇത് ഇന്നലകളിലെ പോലെ കളിയല്ല. പലരും ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുക, ഈ പോക്ക് തീക്കളിയാണ്. ആമേൻ. എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ ഇത് നേരെ ആകത്തില്ല. പണ്ടൊക്കെ അതേ കുറെ കരഞ്ഞപ്പോൾ അയാൾ മടങ്ങി വന്നു, എൻ്റെ ഭർത്താവ് മടങ്ങി വന്നു. പക്ഷെ ഇന്ന് എൻ്റെ ഭർത്താവ് ആയിരിക്കുന്ന സ്ഥിതി, സഹോദരി, അത് നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയാ, നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുകയാ. നീ വിചാരിക്കുന്നതിലധികമായി നിന്റെ ഭർത്താവ് മാറിപ്പോയിരിക്കുന്നു, അവന്റെ സ്വഭാവം മാറിപ്പോയിരിക്കുന്നു, അവന്റെ രീതി മാറിപ്പോയിരിക്കുന്നു. കേൾക്ക്, നിനക്ക് മാറ്റമില്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റമില്ല, നിന്റെ ഉപവാസത്തിന് മാറ്റമില്ല. അത് കേൾക്കുന്ന ദൈവത്തിനും ഒരു മാറ്റവുമില്ല. മാറ്റമില്ലാത്തവന്റെ പ്രവൃത്തി, മാറാത്ത പ്രവൃത്തി നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ, ഓ റാഥാന ഷഖറത്തിനെ, ഇത് കളിയല്ല എന്ന് നിനക്കറിയാം. അതിനേക്കാൾ നന്നായി എൻ്റെ ദൈവത്തിന് അറിയാം. ആമേൻ. ഹല്ലേലൂയ. ഇത് കളിയല്ല. സ്തോത്രം. ഇത് കളിയല്ല. നോക്കൂ, മോറിയ മലയുടെ മുകളിൽ ആ ചെറുക്കനെ കൊണ്ട് കൈയും കാലും കൂട്ടി കെട്ടിയിട്ട് വിറകിന്റെ മുകളിൽ കിടത്തി കത്തി ഓങ്ങുമ്പോൾ അബ്രഹാമിന് അറിയാം, ഞാൻ ഈ കളിക്കുന്നത് തീക്കളിയല്ല. അബ്രഹാമിന് മാത്രമല്ല, ദൈവത്തിനും അറിയാം ഇത് കളിയല്ല. ഓ താങ്ക് ഗോഡ്. എൻ്റെ ഭക്തൻ കളിക്കുന്നത് തീക്കളിയല്ല. നീ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം അത് വെറും കളിയല്ല എന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. അതെ, അതിന് പരിഹാരം വരുത്തുവാനുള്ളത് എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. നീ വിചാരിക്കുന്നത് പോലെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടത് അബ്രഹാം കൂടെ കൂട്ടിയതുമായി തിരികെ വരുവാൻ വേണ്ടത് എൻ്റെ ദൈവം ആ മലയുടെ മുകളിൽ കരുതിയെങ്കിൽ, എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, തിരിച്ചറിയ്, നീ കൂടെ കൂടിയ നിന്റെ ഭർത്താവ്, നിനക്ക് ദാനമായ എൻ്റെ ദൈവം തന്ന നിന്റെ മക്കൾ, നിന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടത് ആ മലയുടെ മുകളിൽ അബ്രഹാം കയറുന്നതിന് തുടമ്പേ ഒരുക്കിയ ദൈവം നിനക്ക് വേണ്ടത് ഒരുക്കിയിട്ടുണ്ട്. ഇത് കുട്ടിക്കളിയല്ല എന്ന് നിനക്ക് മാത്രമല്ല എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവൻ തീർപ്പ് അത് വരേണ്ട സ്ഥാനത്ത് നിന്ന് തന്നെയാണ് വന്നത്. ആമേൻ. എന്താണ് തീർപ്പിൽ പറഞ്ഞത്? കൊന്നുമുടിക്കുക. ഇഷ്ടം പോലെ, ഹാമാന്റെ ഇഷ്ടം പോലെ. സ്തോത്രം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാമത്തെ വാക്യം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വായിച്ചു നോക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. ആ തീർപ്പിനെ മാറ്റിയ അതിലും വലിയൊരുവൻ. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ലോകത്തിലുണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ രാജാവാണ് തീർപ്പിട്ടത്. നിങ്ങൾ 1-ാമത്തെ അധ്യായം മുതൽ വായിച്ചു നോക്കുക. അങ്ങ് കൂശ് ദേശം മുതൽ ഇങ്ങ് ഇന്ത്യ വരെ പടർന്നു കിടന്ന ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ, രാജാവ്. ആമേൻ. ഇന്നത്തെ ഒരു മന്ത്രി ഓർഡർ ഇടുന്നത് പോലെ അല്ല, ഇന്നത്തെ ഒരു പ്രധാനമന്ത്രി ഓർഡർ ഇടുന്നത് പോലെയല്ല. രാജാവ്, രാജകൽപ്പന കല്ലേ പിളർക്കുമെന്ന. ആമേൻ. രാജകൽപ്പന എതിർത്ത് പറയുവാൻ ആർക്കും കഴിയത്തില്ല. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ, രാജാവ് ഒരു തീരുമാനമെടുത്താൽ അത് തീരുമാനം തന്നെയാണ്.
ആമേൻ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 3 അധ്യായങ്ങൾക്ക് പുറം ആ രാജാവിൻ്റെ തീരുമാനത്തെ മാറ്റുന്ന ഒരുവനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സാക്ഷാൽ ദൈവമാണ്. ആമേൻ. നിനക്ക് വിരോധമായി നിൽക്കുന്നത് എത്ര ശക്തന്മാരാണെങ്കിലും, അവർ എത്ര പ്രഗത്ഭന്മാരാണെങ്കിലും, അവരുടെ വാക്ക് ഒരിക്കലും മാറത്തില്ല എന്ന് നീ ഭയപ്പെട്ടിരുന്നാലും, എന്നെ കേൾക്കുന്ന പ്രിയരെ, അവരിലും വലിയൊരാൾ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ആ തീർപ്പിനൊക്കെ മാറ്റം വരും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ചില തീർപ്പുകൾക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തുവാൻ പോകുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായുള്ള തീർപ്പുകളെ എൻ്റെ ദൈവം മാറ്റം വരുത്തുവാൻ പോകുക. കലക്കമാണ് നശിച്ചു പോകുന്നതിനെ കുറിച്ച് ഓർത്ത് കലങ്ങിപ്പോയ ജീവിതങ്ങൾ. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു നാൾ ഞങ്ങൾക്ക് ഈ പ്രവാസത്തിൽ നിന്ന് തിരികെ പോകുവാൻ കഴിയും, ഞങ്ങളുടെ നാട്ടിൽ പോയി സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഇസ്രായേൽ എന്ന നിലയിൽ ജീവിക്കുവാൻ കഴിയും. അങ്ങനെ അതിനുവേണ്ടി സ്വരുക്കൂട്ടി വച്ചിരിക്കുന്നതുമൊക്കെ ആയിട്ടാണ് അവർ അവിടെ ആയിരിക്കുന്നത്. അവിടെയാണ് ഇടുത്തി പോലെ ആ വാർത്ത വരുന്നത്. അതിനെല്ലാം കൊള്ളയിട്ടോ. ആമേൻ. നമ്മൾ സ്വപ്നം കാണുന്നതും നമ്മൾ പ്രതീക്ഷയോടെ നോക്കി കാത്തു വച്ചിരിക്കുന്നതും എല്ലാം കൊള്ളയിടുവാൻ വേണ്ടി, എല്ലാം കവർന്നെടുക്കുവാൻ വേണ്ടി ഉത്തരവിടുന്ന, അതിനു വേണ്ടി കൂട്ടുനിൽക്കുന്ന ചില വ്യക്തികൾക്ക് കൂട്ടുനിൽക്കുന്ന അധികാരികൾ. യേശുവിൻ നാമത്തിൽ ചില വ്യക്തികൾക്ക് നിനക്ക് വിരോധമായി കൂട്ടുനിൽക്കുന്ന അധികാരികൾ, അധികാരമുള്ളവൾ പലപ്പോഴും വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അയ്യോ, അവരെല്ലാം കൂടെ ആയതുകൊണ്ട് വക്കീൽ എൻ്റെ കൂടെ ഇല്ല, ജഡ്ജ് എൻ്റെ കൂടെ ഇല്ല, നിയമപാലകർ എൻ്റെ കൂടെ ഇല്ല, അറിയുന്നവരും അറിയാത്തവരും ആരും എൻ്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. നീ ഭയപ്പെടേണ്ട, നീ ഒറ്റയ്ക്കല്ല. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിനക്ക് വേണ്ടി ഉപവസിക്കുവാൻ നീ അറിയാത്ത ഒത്തിരി പേരുള്ളത് കൊണ്ട് നിനക്കൊപ്പം സർവശക്തനായ ഒരുവൻ, ഓ താങ്ക് യു ലോർഡ്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ, നീതിയുള്ള ന്യായാധിപതി, അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്നവൻ, എന്നെ കേൾക്കുന്ന സഹോദരി, നിനക്കൊപ്പം നിൽക്കും. നിന്റെ വാക്ക് തട്ടും, എൻ്റെ ദൈവത്തിൻ്റെ വാക്ക് ആരും തട്ടത്തില്ല. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ ലോകം ആ വാക്ക് കേൾക്കാതെ പോയേക്കാം, അവർ ചെവി അടച്ച് അങ്ങ് പോയേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് ആരും തട്ടത്തേ ഇല്ല. ആമേൻ. കളയുന്ന, തകർന്നു പോകുവാൻ തക്കവണ്ണം അത് ആയിത്തീർന്ന കുടുംബങ്ങളെ എൻ്റെ ദൈവം പണിതെടുക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു സന്തോഷത്തോടെ പറയട്ടെ, 128 സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെക്കുറിച്ച് ഭക്തനായ സങ്കീർത്തനക്കാരൻ പാടി പറയുന്നുണ്ട്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്തെ മുന്തിരി വള്ളിയായിരിക്കും, നിന്റെ മക്കൾ ഒലിവിൻ തൈകളായി വളരും, നിന്റെ ആ സ്തോത്രം വീട്ടിനകത്ത് നീ മേശയായിരിക്കും, ഭർത്താവ് മേശയായിരിക്കും. അതെ, ഇതില്ലാത്തതാണ് പല കുടുംബങ്ങളുടെ കലക്കത്തിന് കാരണം. ആമേൻ. മേശ പുറത്താണ്, മുന്തിരിവള്ളി പടർന്ന് എങ്ങോട്ടോ പോകുന്നു, ഒലിവ് തൈകൾ കാട്ടിലെവിടെയോ പോയി വളരുന്നു. ആമേൻ. ആ അവസ്ഥയ്ക്ക് കർത്താവ് പരിഹാരം വരുത്തും. അതെ, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന നിന്റെ കലക്കം, കുടുംബം തകർന്നതുകൊണ്ട്, കുടുംബജീവിതം തകർന്നതുകൊണ്ട്, കുടുംബജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടതുകൊണ്ട് തകർന്ന ഹൃദയത്തോടെ ആയിരിക്കുന്ന നിന്നെ എൻ്റെ ദൈവം പണിതെടുക്കും. അതേ, വചന പ്രകാരം തന്നെ നീ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ദൈവം പണിതെടുക്കും. മുന്തിരിയുടെ അനുഭവത്തിലേക്ക് പണിതു കൊണ്ടുവരുന്ന ദൈവം ആ കലക്കം മാറ്റും. അതെ, നീ മുന്തിരിയായി തന്നെ, നിന്റെ ഭർത്താവ് മേശയായി തന്നെ, നിന്റെ മക്കൾ ഒലിവ് തൈകളായി തന്നെ നിന്റെ ഭവനത്തിനകത്ത് ഉണ്ടാകും. പിന്നെ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ അവിധത്തിൽ കലങ്ങിപ്പോയ ഒരു അപ്പനെ മുൻനിർത്തിയിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഇതിന് പിന്നിൽ പിശാചാണ്, മനുഷ്യരല്ല എന്ന് സ്ഥാപിക്കുന്നത്, ശിഷ്യന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ആ നാഴിക മുതൽ ആ മകന് സൗഖ്യം വന്നു. എന്താണ് അവിടെ പിശാച് ചെയ്തുകൊണ്ടിരുന്നത്? പിശാച് ഒരു അപ്പൻ്റെ സ്വപ്നത്തെ നശിപ്പിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. പിശാച് ഒരു മകൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരുന്നു. പിശാച് ഒരു മകൻ്റെ ഭാവിയെ നശിപ്പിച്ചു കൊണ്ടിരുന്നു. നിലവിളിയോടെ നെഞ്ചത്തടിച്ച് അപ്പൻ ഓടി വരിക, ആര് എൻ്റെ മകനെ രക്ഷിക്കും? തീയിലും വെള്ളത്തിലും പിശാച് തള്ളിയിട്ട് കൊല്ലുവാൻ നോക്കുന്ന എൻ്റെ മകനെ ആര് രക്ഷിക്കും? എൻ്റെ മകനെ ആർക്ക് രക്ഷിക്കുവാൻ കഴിയും? ആ മനുഷ്യൻ ലോകത്തിൽ രക്ഷ അന്വേഷിച്ചു. ലോകത്തിൽ ആരെങ്കിലും ആ മകനെ വിടുവിക്കുമെന്ന് ഒത്തിരി പ്രതീക്ഷയോടെ ആ പിതാവ് അലഞ്ഞു കാണണം. ആദ്യമൊക്കെ രഹസ്യമായി ആരെടുത്തും പറയാതെ ഒറ്റയ്ക്ക് രക്ഷിക്കുവാൻ ശ്രമിച്ചു, നമ്മളെ പോലെ. അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ് രക്ഷിക്കുവാൻ ശ്രമിച്ചു, അതും നമ്മളെ പോലെ തന്നെ. നടക്കാതെയായപ്പോൾ, പുറത്തറിഞ്ഞു തുടങ്ങിയപ്പോൾ സമൂഹത്തിൽ പേരും നിലയുമുള്ളവരെ കൊണ്ട് രക്ഷിക്കുവാൻ ശ്രമിച്ചു, അതും നടക്കാതെയായപ്പോൾ വൈദ്യന്മാരെ കൊണ്ട് രക്ഷിക്കുവാൻ ശ്രമിച്ചു, അതും നടക്കാതെയായപ്പോൾ ആ മനുഷ്യൻ ഓടി യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പോയി. ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരുവനുണ്ട് യേശു മാത്രമല്ല, അവൻ്റെ ശിഷ്യന്മാരും കിടിലങ്ങളാണ്, അവരും അടിപൊളിയാണ്, അതുകൊണ്ട് അവരുടെ അടുക്കൽ കടന്നുപോയി. എന്നാൽ ദൗർഭാഗ്യവശാൽ, ഞാൻ പറയും ഭാഗ്യ
നിർഭാഗ്യവശാൽ ആ മനുഷ്യന്റെ മുമ്പിൽ യേശുവിന്റെ ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോയി. യേശുവിന്റെ ശിഷ്യന്മാർ പരാജയപ്പെട്ടത് കൊണ്ട് ആ മനുഷ്യൻ യേശുവിന്റെ അടുക്കലെത്തി. കേൾക്കണമേ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യർ വിജയിച്ചാൽ നിങ്ങളുടെ യാത്ര അവിടെ കൊണ്ട് തീരും. ആമേൻ. എന്നാൽ ചില മനുഷ്യർ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലെത്തും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ചിലർ പരാജയപ്പെടുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ തിരിച്ചുവിടുവാൻ കഴിവുള്ള ചിലർ പരാജയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടതായി അനുഭവിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ യേശുവിന്റെ അടുക്കൽ എത്തുവാൻ പോകുന്നു. നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ അടുക്കൽ എത്തുവാൻ പോകുന്നു. നോക്ക്, ദൈവത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ, അഥവാ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ എത്തിയപ്പോൾ യേശു ക്രിസ്തു ആ ഭൂതത്തെ ശാസിച്ചു. ആമേൻ. ശാസിക്കേണ്ടതിനെ ശാസിക്കുവാൻ എൻ്റെ യേശുവിനറിയാം. നോക്കൂ, ആ മനുഷ്യൻ ആരുടെയൊക്കെ അടുക്കൽ പോയിട്ടുണ്ടായിരിക്കാം. വേഗത്തിൽ ശ്രദ്ധിക്കണമേ. ആദ്യം തങ്ങളായിട്ട് ഇരുന്ന് ആ കുഞ്ഞിനെ ഭൂതത്തെ പുറത്താക്കുവാൻ ശ്രമിച്ചു കാണണം. ഈ മനുഷ്യർ, അവൻ്റെ ഭാര്യയും അവനും കൂടെ എങ്ങനെയായിരിക്കണം? ഭൂതത്തെ അല്ല, ഈ കുഞ്ഞിനെ ശാസിച്ചുകൊണ്ടിരുന്ന കാണണം. നീ ഗുണം പിടിക്കത്തില്ല, നിനക്ക് വല്ലതും ചിന്തയുണ്ടാകാ, ഞങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെടുന്നതല്ലേ, നിന്റെ തള്ള ഇങ്ങനെ കിടന്ന് വയറും വലിച്ചു മുറുക്കി നിനക്ക് വേണ്ടി ആഹാരം വെച്ച് തരുന്നതല്ലേ, നിനക്ക് നേരെ ആയിക്കൂടെ, നന്നായിക്കൂടെ എന്ന് പറഞ്ഞ് ശാസിച്ച് അടുത്ത ബന്ധുക്കളുടെ അടുത്തെത്തി. ബന്ധുക്കളും അത് തന്നെ, നിന്റെ അപ്പനെ നോക്കടാ, നിന്റെ അമ്മയെ നോക്കടാ, അവിടെ നോക്കടാ, ഇവിടെ നോക്കടാ, അവരും ശാസിച്ച് വൈദ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി അവരും ശാസിച്ച് ശിഷ്യന്മാരും ശാസിച്ച് ലോകം മുഴുവനും ഈ ചെറുക്കനെ ശാസിച്ചു. എന്നാൽ യേശു അവന്റെ ഭൂതത്തെയും ശാസിച്ചു. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന് ശാസിക്കുവാനുള്ള ആൾ ചിലപ്പോൾ തെറ്റിപ്പോകും, പക്ഷെ എൻ്റെ ദൈവത്തിന് ഓ റാഥാന ഷാഖ, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ ആമേൻ, ഹല്ലേലൂയ. യേശു ശാസിക്കേണ്ടതിനെ ശാസിക്കും. നിന്റെ ജീവിതത്തിലെ ആ കലക്കം മാറും. യെസ്. ഓ പ്രാർത്ഥന ഷാഖാറാത്തിന് കലങ്ങി മറിഞ്ഞ നിന്റെ അനുഭവത്തെ എൻ്റെ യേശു മാറ്റും. ഓ ഹല്ലേലൂയ. ഈ ഉപവാസവും പ്രാർത്ഥനയും അതൊരു നിസ്സാര കാര്യമല്ല. നിങ്ങൾ തിരിച്ചറിയണം. നോക്കൂ, 4-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ ഉപവാസവും പ്രാർത്ഥനയും നിയമത്തെ മാറ്റി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഒരു നിയമം അവിടെ നിലവിലുണ്ട്. ശ്രദ്ധിക്കണമേ, ഒരു നിയമം അവിടെ നിലവിലുണ്ട്. ചില നിയമങ്ങൾ നിലവിലുണ്ട്. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല, പിന്നിൽ വ്യാപരിക്കുന്ന, ഞാൻ പിന്നെ ഒരിക്കൽ കൂടി പറയട്ടെ, ഞാൻ പറയുന്നത് ഈ ഫിസിക്കൽ വേൾഡിനെ കുറിച്ചല്ല, അപ്പുറമായൊരു ലോകത്തെക്കുറിച്ചാണ്, ഒരു അധോ ലോകത്തെക്കുറിച്ചാണ് വേദപുസ്തകം പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്ന. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ കണ്ണ് അങ്ങോട്ട് കൊണ്ടുപോകുവാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു അധോ ലോകമുണ്ട്, ഒരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. നമ്മുടെ ഫിസിക്കൽ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തൊരു വേൾഡ് ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് അതേ കൊച്ചപ്പനോടും വലിയപ്പനോടും നാട്ടിൽ കിടക്കുന്നവന്മാരോടുമല്ല, അവരുടെ പിന്നിൽ നിന്ന് അവരെ കളിപ്പിക്കുന്ന ഒരു അധോലോകമുണ്ട്. ഓ താങ്ക് യു ലോർഡ്. ഒരു സൈന്യമുണ്ട്, ദുഷ്ടാത്മ സേനയുണ്ട്. ശ്രദ്ധിക്കണമേ, സേന അഥവാ സൈന്യം ചുമ്മാതെ വരുമോ? ഇല്ല. സൈന്യം ഒരു കമാൻഡിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവരാണ്. ആമേൻ. ഒരു സൈന്യവും ചുമ്മാ രാവിലെ എഴുന്നേറ്റ് പത്രവും വായിച്ചിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകത്തില്ല. അവർക്കൊരു ആജ്ഞ കിട്ടണം, ഒരു കമാൻഡ് കിട്ടണം. ഒരു ആജ്ഞ കിട്ടാതെ സൈന്യം ഇറങ്ങത്തില്ല. ശ്രദ്ധിക്കണമേ, ആരെങ്കിലും നിങ്ങൾക്ക് വിരോധമായി വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ തകർത്ത് കളയുവാൻ പദ്ധതിയുമായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, അതെവിടെയുമാകട്ടെ, ജോലി സ്ഥലത്താകാം, സ്കൂളിലാകാം, കോളേജിലാകാം, നിങ്ങളുടെ വീട്ടിലാകാം, ദേശത്തിലാകാം, എവിടെയും നിങ്ങൾക്ക് വിരോധമായി ചിലർ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, വെറുതെ അവർ എഴുന്നേൽക്കത്തില്ല. ബാക്കിൽ ഒരു കമാൻഡർ ഉണ്ട്. ആമേൻ. ബാക്കിൽ അവർക്ക് ആജ്ഞ കൊടുക്കുവാൻ ഒരാളുണ്ട്. ബാക്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി, അതെ, ആ പൈശാചികമായ അതോറിറ്റി, ആമേൻ, ഹാമാനെ മൊർദെഖായിക്ക് വിരോധമായി എഴുന്നേൽപ്പിച്ച ആ അതോറിറ്റി. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം പറയുന്നു, ആ നിയമം മാറി. ഹല്ലേലൂയ. ആ അതോറിറ്റി സറണ്ടർ ചെയ്യപ്പെട്ടു. ആരുടെ മുമ്പിൽ? സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ. അല്ല, പ്രാർത്ഥിച്ച ഉപവസിച്ച ഭക്തർക്ക് മുമ്പിൽ ആ അതോറിറ്റി സറണ്ടർ ചെയ്തു. അവരുടെ നിയമം മാറ്റി എഴുതപ്പെട്ടു. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ അതോറിറ്റി, ആ അധികാര കേന്ദ്രം, അത് എത്ര ശക്തിമത്തായിരുന്നാലും നീ പ്രാർത്ഥിക്കുമെങ്കിൽ, നീ ഉപവസിക്കുമെങ്കിൽ അത് നിനക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യും. ഓ
താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അത് സറണ്ടർ ചെയ്യുക. ആമേൻ. വാളെടുത്തില്ല, കൂട്ടം കൂടിയില്ല, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ല. ഞങ്ങൾക്ക് നീതി തന്നില്ലെങ്കിൽ ഹാമാനെയും കൊല്ലും, രാജാവിനെയും കൊല്ലും, രാജാവിൻ്റെ അപ്പനെയും കൊല്ലുമെന്ന് പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. വെറുതെ ഉപവസിച്ചു. ആമേൻ. ഇതാരെങ്കിലും അറിഞ്ഞോ? അതുമില്ല. അവൻ ചുമ്മാ അങ്ങ് ഉപവസിച്ചു. ആരും അറിയാതെ ഉപവസിച്ചപ്പോൾ ഈ സൈന്യത്തിന് കമാൻഡ് കൊടുക്കുന്ന ആ അതോറിറ്റി ആയുധം വെച്ച് കീഴടങ്ങി. അവൻ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിനക്ക് മുൻപിൽ അതെ ആ സൈന്യത്തെ അയക്കുന്നവന് നിൽക്കുവാൻ കഴിയത്തില്ല. അവർ കീഴ്പ്പെടുവാൻ പോകുക. അതോറിറ്റി നിനക്ക് മുമ്പിൽ സറണ്ടർ. ചില അതോറിറ്റി, ചില പൈശാചികമായ അതോറിറ്റി നിന്നെ നശിപ്പിക്കുവാൻ, മുടിച്ചു കളയുവാൻ എഴുന്നേൽക്കുന്ന ചില അതോറിറ്റി, യേശുവേ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ, ഉപവസിച്ച പ്രാർത്ഥിച്ച എസ്തേറിന് മുൻപിൽ 5-ാമത്തെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അധികാരികൾക്ക് ദയ തോന്നുമാറായി. സ്തോത്രം. എസ്തേർ കയറി പോവുക ആ നിയമത്തെ മറികടന്നുകൊണ്ട്. സ്തോത്രം. നിയമം ഇട്ടവന് തന്നെ ദയ തോന്നുന്ന അനുഭവം. ചില സ്ഥാനങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില നിയമത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ പേടിച്ചു നിൽക്കുക. അവിടെ ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഞാൻ പോയി പറഞ്ഞാൽ കേൾക്കത്തില്ല, എനിക്കിനി സാവകാശം കിട്ടത്തില്ല, ജപ്തിയായി പോവും. ആമേൻ. ആ ലോൺ അടയ്ക്കുവാനുള്ള കാലാവധി എനിക്ക് നീട്ടി കിട്ടത്തില്ല, ആ ലോൺ എനിക്ക് കിട്ടത്തില്ല, ഇനി കുഞ്ഞിന് അഡ്മിഷൻ കിട്ടത്തില്ല, ഇനി അവനൊരു ചാൻസ് കൂടെ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ഒത്തിരി പേർ സങ്കടപ്പെടുന്നു, ഇനിയൊരു ചാൻസ് കൂടെ കിട്ടത്തില്ല, അവനൊരു ചാൻസ് കിട്ടത്തില്ല, എൻ്റെ ഭർത്താവിന് ഇനി അവിടെ ഒരു ചാൻസ് കൂടെ കിട്ടത്തില്ല, കുറച്ച് ദിവസം കൂടെ പിടിച്ചു നിൽക്കുവാൻ പറ്റത്തില്ല, ഇനി എനിക്ക് ഒന്നുകൂടെ അവിടെ പോകാൻ പറ്റത്തില്ല, ആ രാജ്യത്ത് എനിക്കൊരു ചാൻസ് കിട്ടത്തില്ല. അത് ഭാരപ്പെട്ടായിരിക്കുക. എന്നാൽ നീ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കടന്നു പോകുമെങ്കിൽ അതെ ആ നിയമമിട്ടവന് നിന്നോട് ദയ തോന്നുമാറാകും. ഓ താങ്ക് യു ലോർഡ്. ആ നിയമം കൊണ്ടുവന്നവർ ആരാണോ, നിയമം കൊണ്ടുവന്നത് ആരാണോ, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ വേദനപ്പെടുത്തുന്ന, നിന്റെ പ്രതീക്ഷകളെ അസ്തമിക്കുന്ന നിയമം കൊണ്ടുവന്നത്, അവർക്ക് നിന്നോട് ദയ തോന്നുമാറാക്കും. അതേ, നിന്നോട് ചിലർക്ക് ദയ തോന്നുവാൻ പോകുക. ആ ബാങ്കിൽ ആ മാനേജർക്ക് നിന്നോട് ദയ തോന്നുവാൻ പോകുക. ആ ഓഫീസേഴ്സിന് നിന്നോട് ദയ തോന്നുവാൻ പോകുക. നിന്റെ സ്ഥാപനത്തിൽ നിനക്ക് ജോലി തരുന്ന ഹയർ ഒഫീഷ്യൽസിന് നിന്നോട് ദയ തോന്നുവാൻ പോകുക. നീ ജോലി ചെയ്യുന്ന അവിടെ തന്നെ അവർക്ക് ആ ഭവനത്തിൽ ചിലർക്ക് നിന്നോട് ദയ വാക്കിന് വിലയുള്ള ചിലർക്ക് ദയ തോന്നുവാൻ പോകുക. വഴിയെ പോകുന്ന ഏവനെങ്കിലും ദയ തോന്നുന്ന കാര്യമല്ല, വാക്കിന് വിലയുള്ള ചിലർക്ക് ദയ തോന്നും. അപ്പോഴെന്ത് ചെയ്യും? 5-ാമത്തെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എസ്തേറിന്റെ വാക്കിന് വിലയുണ്ടായി. ആരുടെ വാക്കിന്? ഞാൻ പറയും, ഉപവസിച്ചവളുടെ വാക്കിന് വിലയുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആരുടെ വാക്കിനേക്കാൾ? ഉത്തരവിട്ട രാജാവിൻ്റെ വാക്കിനേക്കാൾ ആ വാക്കിനെ മറിച്ചു കളയുവാൻ തക്കവണ്ണം ഉപവസിച്ച എസ്തേറിൻ്റെ വാക്കിന് വിലയുണ്ടായി. ഉപവസിക്കുന്ന സഹോദര സഹോദരി, 2023 നീ ഒത്തിരി ഉപവസിച്ചു, നീ ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു, നഷ്ടമായോ? ഇല്ല. നിന്റെ വാക്കിന് വിലയുണ്ടാകുവാൻ പോകുക. ഓ സ്തോത്രം. ചില സ്ഥാനങ്ങൾ നിന്റെ വാക്കിന് വിലയുണ്ടാകുവാൻ പോകുക. വില ലഭിക്കാതെ പോയ സ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്റെ വാക്കിന് വില ഇല്ലാതെ പോയത് കൊണ്ട് ഇനി എനിക്കിവിടെ നിൽക്കുവാൻ വയ്യ, എനിക്കിവിടെ ജോലി ചെയ്യുവാൻ വയ്യ, എനിക്കിവിടെ തുടരുവാൻ വയ്യ, നീ ഭാരപ്പെട്ടായിരിക്കും. നിന്റെ വാക്കിന് അവിടെ ഇന്ന് വരെ ആരുടെ വാക്കിനാണോ വിലയുണ്ടായിരുന്നത് അതിന് മേലെ, അഥവാ ആ വാക്കുകളെ മറിച്ചു കളയുവാൻ തക്കവണ്ണം വിലയുണ്ടാകുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, നിന്റെ വാക്കിന് നിന്റെ ഭവനത്തിനകത്ത് വിലയുണ്ടാകുവാൻ പോകുക. നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ, സഹോദരൻ നിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ, മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളുടെ ജീവിതം. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. ആരോടാ പറയുന്നത്? ഉപവസിക്കുന്ന മാതാവേ, ഉപവസിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ വാക്കിന് വിലയുണ്ടാകും. ഓ റാഥാന ഷാഖാർ. ചില വാക്കുകളെ നിന്റെ വാക്കെടുത്ത് മാറ്റുവാൻ പോവുക. രാജാവിന്റെ വാക്കിനെ എസ്തേറിന്റെ വാക്കെടുത്ത് മാറ്റി. സ്തോത്രം. എസ്തർ ആരോ എന്തോ അതുകൊണ്ടല്ല, ഉപവസിക്കുന്നവരുടെ വാക്കിനെ തട്ടുവാൻ ഒരു രാജാവിൻ്റെ വാക്കിനും കഴിയത്തില്ല, ഒരു അധികാരിയുടെ വാക്കിനും കഴിയത്തില്ല. നീ ഉപവസിക്കുന്നവളാണോ, നീ പ്രാർത്ഥിക്കുന്നവളാണോ, നിന്റെ വാക്കിനെ ഒരു ശത്രുവും തട്ടിക്കളയത്തില്ല. ഹല്ലേലൂയ. ഈ 2023 നിങ്ങളുടെ പ്രാർത്ഥന ഉപവാസവും എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് വെറുതെയല്ല. നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, ശത്രു വെല്ലുവിളിക്കുന്നുണ്ട്, നശിപ്പിക്കും.
ശത്രു വെല്ലുവിളിക്കുന്നുണ്ട്, മുടിച്ചു കളയും. പലതിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, കഴിഞ്ഞ വർഷം അവനെ, അവന്റെ കുടുംബത്തെ, അവളുടെ ജീവിതത്തെ, അവന്റെ തൊഴിലിനെ, അവന്റെ ആരോഗ്യത്തെ ഞാൻ നശിപ്പിച്ചു. ഈ വർഷം നീയാണ്, ഈ വർഷം നീയാണ്. വിളിച്ചു പറയുമ്പോൾ തിരിച്ചറിയ. പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന സഭയെ, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന പ്രൈസർ ഫാമിലി അംഗങ്ങളെ, നിങ്ങൾ തിരിച്ചറിയ. ആ ശത്രുവിന്റെ വാക്ക് നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും മറിച്ചു കളയുവാൻ, ഓ റാഥാന ഷാക, ആ ശത്രുവിന്റെ ഇഷ്ടത്തെ, ആ ശത്രുവിന്റെ ആലോചനയെ, ആ ശത്രുവിന്റെ വെല്ലുവിളിയെ, ആ ശത്രു യേശുവിൻ നാമത്തിൽ നിന്നെ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളിയെ ഉപവാസത്തിന്റെ ശക്തി മറിച്ചു കളയുക. ഹല്ലേലൂയ, ആമേൻ. ഈ പ്രാർത്ഥനയും ഉപവാസവും ആ ശത്രുവിന് മേൽ ജയം കൊള്ളുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും. പ്രാർത്ഥന വെറുതെ അല്ല, ഉപവാസം വെറുതെ അല്ല. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ അവസാന ശനിയാഴ്ചകളുടെ വെള്ളിയാഴ്ചകളുടെ ദിവസത്തിൽ ഒന്നുവരെയും നിങ്ങളെ ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ മുൻപിലോട്ട് നിങ്ങൾ കടന്നു പോകേണ്ട ഒത്തിരി ആഴ്ചകളുണ്ട്. അവൻ ഒത്തിരി മാസങ്ങളുണ്ട്, ഒത്തിരി വർഷങ്ങളുണ്ട്. തീർപ്പ് മാറ്റി എഴുതപ്പെടേണ്ടതുണ്ട്. എൻ്റെ ദൈവത്തിന് ലോകത്തോട് അറിയിക്കുവാനുണ്ട്. പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിനക്ക് മുമ്പിൽ ഈ ലോകത്തിന്റെ അതോറിറ്റിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിന്റെ അധികാരികൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിന്റെ നിയമങ്ങൾക്ക് നിലനിൽപ്പില്ല. പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നീ ലോകത്തിന്റെ നിയമങ്ങളെ തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ നല്ല പകൽക്കാലം ചില നിയമങ്ങൾ മാറ്റി എഴുതപ്പെടുവാൻ, ചില നിയമങ്ങളെ ഭയന്ന് കേൾക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ജോലി സംബന്ധമായി ചില നിയമങ്ങൾ ഉള്ളതുകൊണ്ട്, ആ നിയമം ഇങ്ങനെ ആയതുകൊണ്ട്, ആ രാജ്യത്ത് നിയമം മാറിയതുകൊണ്ട്, മാതാവേ നിന്നോടാ, നിന്റെ തലമുറയായിരിക്കുന്ന ആ രാജ്യത്ത് നിയമം മാറിയതുകൊണ്ട് നീയും അവനും ഭയപ്പെട്ടായിരിക്കുക. ഇനി എന്ത് സംഭവിക്കും? ലോൺ എടുത്ത് പഠിക്കുവാൻ വിട്ടത് നഷ്ടത്തിലായി തീരുമോ? നഷ്ടത്തിലാകുവാൻ ഒരു ദൈവം അനുവദിക്കത്തില്ല. നിയമമല്ല, ഉപവസിക്കുന്ന നീ ആ നിയമത്തെ മാറ്റും. ഓ താങ്ക് യു ലോർഡ്. ആ നിയമം നിന്റെ തലമുറയെ മാറ്റത്തില്ല. ആ നിയമം നിന്റെ കുടുംബത്തെ തകർക്കത്തില്ല. ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നീ ആ നിയമത്തെ മാറ്റുക. ഓ റാഥാന ഷാക, ആ നിയമത്തെ നീ മരവിപ്പിക്കുവാൻ പോകും. യെസ്, യേശുവിൻ നാമത്തിൽ. അതാ ആ വാക്ക എൻ്റെ ദൈവം തന്നെ. നീ ആ നിയമം നിനക്ക് വേണ്ടി മരവിക്കുവാൻ പോകുക. നിന്നെ ഭയപ്പെടുത്തുന്ന ചില നിയമങ്ങൾ, ചില റൂൾസ് മരവിക്കുവാൻ പോകുക. ആ രാജ്യത്തിന്റെ നിയമം, യെസ് യേശുവിൻ നാമത്തിൽ, ആ രാജ്യത്തിന്റെ നിയമം എസ്തേറേ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ നശിച്ചു പോകാതിരിക്കുവാൻ, നീ കടക്കാരനായി തീരാതിരിക്കുവാൻ, നീ മുടിഞ്ഞു പോകാതിരിക്കുവാൻ മരവിക്കുക. ആമേൻ. നിന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ചില നിയമങ്ങളെ, ചില തീർപ്പുകളെ, ഡോക്ടർ എഴുതിയ ചില തീർപ്പുകളെ കർത്താവിന്ന് മാറ്റി എഴുതുക. ഇനി ഇങ്ങോട്ട് വരണ്ട. ഓ സ്തോത്രം. ഇനി ഇങ്ങോട്ട് വരണ്ട. എനിക്ക് ചെയ്യുവാൻ ഉള്ളതെല്ലാം കഴിഞ്ഞു, ഞാൻ ചെയ്യുവാനുള്ളതെല്ലാം ചെയ്തു എന്നെഴുതിയ ചില തീർപ്പുകളെ എൻ്റെ കർത്താവ് മാറ്റി എഴുതുവാൻ പോകും. ഓ റാത്താന ഷാഖാറാത്തനെ. നീ മാത്രമല്ല, നിന്റെ ഡോക്ടർ മാത്രമല്ല, എൻ്റെ ദൈവവും അറിഞ്ഞു ഇനി അവനൊന്നും ചെയ്യുവാനില്ല. ആ ഡോക്ടറിന് ഇനി ഒന്നും ചെയ്യുവാനില്ല. ചെയ്യുവാനുള്ളവൻ അതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വന്നിട്ടുണ്ട്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ തീർപ്പ് മാറ്റി എഴുതപ്പെടുക. ആ റിസൾട്ട് വിലയില്ലാത്തതായി തീരുവാൻ പോകുക. അതെ, നിന്റെ ആ റിസൾട്ട് ഉണ്ടല്ലോ, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നാളെ ആ റിസൾട്ട് അത് നിന്റേതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചിരിക്കുവാൻ തക്കവണ്ണം നിന്നെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു റിസൾട്ട് നിനക്കൊരിക്കലും ഉണ്ടാകത്തില്ല എന്ന് പറയും വിധത്തിൽ നിന്റെ രോഗത്തെ എൻ്റെ യേശു സൗഖ്യമാക്കുവാൻ പോകുക. ആ രോഗക്കിടക്ക നിനക്കുള്ളതല്ല. 2023 നീ തീർന്നു പോകത്തില്ല. 2024 നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഡോക്ടറുടെ തീർപ്പ് മാറ്റി എഴുതി പുതിയ അനുഭവം. ഓ റാഥാന ഷാഖാറത്തിനെ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ദീർഘിപ്പിച്ച് തരുന്നത് ക്രിസ്മസ് കാണാനല്ല, ദീർഘിപ്പിച്ച് തരുന്നത് ന്യൂ ഇയർ കാണുവാനല്ല. സ്തോത്രം. ഹിസ്കിയാവിനോട് ദൈവം പറയുക, യേശയ്യാവേ നീ ഹിസ്കിയാവിനോട് പോയി പറയ, 15 സംവത്സരം നിന്റെ ആയുസിനോടുകൂടെ ചിലതിനെ എക്സ്പാൻഡ് ചെയ്ത്, യെസ് യേശുവിൻ നാമത്തിൽ നിന്റെ ആയുസിനോടുകൂടെ വർഷങ്ങളെ, വാത്സല്യ പിതാവേ, വാത്സല്യ മാതാവേ, നീ കാണുവാൻ ആഗ്രഹിക്കുന്നതൊക്കെ കാണും വിധത്തിൽ നിന്റെ ആയുസിനോടുകൂടെ സംവത്സരങ്ങളെ എൻ്റെ ദൈവം കൂട്ടിച്ചേർക്കുക. ഈ രോഗമുഖാന്തരം നീ മരിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ എന്തൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചോ, നീ എന്തൊക്കെ കാണുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോ, നീ എന്തൊക്കെ കാണുവാൻ വേണ്ടി ഉപവസിച്ചോ, അതൊക്കെ കാണും. യേശുവിൻ നാമത്തിൽ
നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ് ഇന്ന് താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇന്ന് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി അതെ നീട്ടി തരിക. യേശുവിൻ നാമത്തിൽ നീട്ടി തരിക. സ്തോത്രം. പിശാച് പറയുക തീർന്നു, മതി, അവിടെ മതി, ഇനി മുൻപോട്ട് പോകണ്ട. എന്നാൽ കർത്താവ് പറയുക സ്തോത്രം, ഒന്നും തീർന്നിട്ടില്ല, ചില സംവത്സരങ്ങളെ നിനക്ക് വേണ്ടി നീക്കി തരുന്ന യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്നുകൂടെ താഴ്ത്തിയാട്ടെ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ചില നിയമങ്ങളെ അങ്ങ് മാറ്റി എഴുതിയ കൃപയ്ക്കായി, ഉപവാസം ചില വാക്കുകളെ തകർത്ത കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഈ നല്ല പകൽക്കാലം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് മധ്യസ്ഥതയ്ക്കായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഇതിനകത്തായിരിക്കുന്നവർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, അപ്പാ വലിയൊരു സാക്ഷ്യം പുറത്തു വരുവാൻ തക്കവണ്ണം അത്ഭുതങ്ങളിലൂടെ അവരെ അങ്ങ് നടത്തിയാട്ടെ. അവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ നല്ല പകലിൽ അങ്ങ് ശക്തി പകർന്നാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.